നിങ്ങൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ, അതായത് നിങ്ങൾ വെള്ളം എടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തുമ്മൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തുമ്മുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള എല്ലാ ബാക്ടീരിയാസും ഈ വെള്ളത്തിനകത്ത് വീഴും, അല്ലെ? വെള്ളത്തിനകത്താകും. അപ്പം അത് നിങ്ങളുടെ ഓൺ ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുടിക്കാമായിരിക്കും, അല്ലേ? നമ്മൾ സാധാരണ വെള്ളം എടുത്ത് തുമ്മിയാലും നമ്മളത് കുടിക്കും. പക്ഷെ വേറൊരാൾക്ക് നമ്മൾ കൊടുക്കുമോ? നമ്മൾ പൊതുവെ നമ്മളെ ഹെൽത്ത് ഓക്കെ അല്ലാണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരാൾ വെള്ളം ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരെന്തെങ്കിലും ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തുമ്മുകയാണെങ്കിൽ ഒന്ന് ആ തുമ്മുമ്പോൾ ആ സ്ഥലത്ത് ആ സാധനം, അതായത് നമ്മൾ വെള്ളം എടുത്ത പോട്ടും കൂടെ അവിടെ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ചായ നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മൾ തുമ്മുകയാണെങ്കിൽ ഇതിലും വീഴും, ഫുൾ ചായക്കകത്തും വീഴും, അല്ലേ? അപ്പം നമ്മൾ തുമ്മുന്ന സ്ഥലം വളരെ പ്രാധാന്യമാണ്. ഇപ്പൊ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ആരുമില്ല, നമ്മളിങ്ങനെ തുമ്മിക്കഴിഞ്ഞാൽ ഇതിന് മാത്രമേ വീഴത്തുള്ളൂ. പക്ഷെ നമ്മൾ വെള്ളം എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചായ എടുക്കുമ്പോൾ അതിൽ സാധനം എഴുതി കഴിഞ്ഞാൽ അതിലും വീഴും. അപ്പൊ അത് മൊത്തത്തിലാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എല്ലാവർക്കും ആ അസുഖം പകരത്തില്ലേ? അപ്പം അങ്ങനെ ഒരാളിന് അസുഖം നമ്മൾ മനഃപൂർവ്വം പകർന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്കത് അത് ചെയ്യേണ്ട ആറ്റിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യണം ആ ഒരു സമയത്ത്. സോ ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കിങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനത് അപ്പോഴത്തന്നെ അവിടെ ഉള്ള ക്യാപ്റ്റനോട് പറയുകയും അത് അവിടെ അപ്പോഴും തന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. ഒരിക്കലും ഞാനാണെങ്കിൽ കൊണ്ടു കൊടുക്കത്തില്ല. പക്ഷെ അതിൽ മാത്രമല്ല, വേറൊരു കാര്യം, ആ വീടിന്റെ ഗൃഹനാഥനും കൂടെ അവിടെ ഉണ്ടെങ്കിലോ, അതായത് നമ്മൾ വേറൊരാളിനോട് കൊണ്ടു കൊടുക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മൾ തുമ്മുമ്പോൾ ആ വീടിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഗൃഹനാഥൻ ഇത് കൂടെ കണ്ടിട്ട് മിണ്ടാതെയും കൂടെ ഇരിക്കുകയാണെങ്കിലോ, ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റോക്കി ചോദിക്കും, റോക്കി പ്രതികരിക്കും.